ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഓരോമിയോ ഓരോമിയോ പടം കണ്ടു. ഞാന് ഭയങ്കര 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 പ്രതീക്ഷയോടുകൂടി, ഭയങ്കര താല്പര്യത്തില്, ഭയങ്കര ആവേശത്തില് കാണാൻ പോയൊരു പടമാണ് ഓ റോമിയോ. കാരണം ഫ്രം ദ ഡയറക്ടർ ഓഫ് കമീനെ, ഓംകാര, ഹൈദർ. ഈ മൂന്ന് പടങ്ങള് ഇഷ്ടപ്പെട്ട ആളുകൾക്കറിയാം ആ മൂന്ന് പടങ്ങളുടെ റേഞ്ച് എവളോ ഗിർഗെന്ന്. വിശാൽ ഭരദ്വാജ്. അതില് ഷാഹിദ് ഭാഗമായ കമീനയും ഹൈദറും എജാതി പടമായിരുന്നു. ആൻഡ് ഷാഹിദിന്റെ പെർഫോമൻസ്, പിന്നെ സെയ്ഫ് അലി ഖാനും അജയ് ദേവ് ഖാനും ഒക്കെ ഉള്ള ഓംകാര. എജാതി പടം. അപ്പൊ ഇതൊക്കെ മൈൻഡിലുണ്ട്. അപ്പൊ ഓറോമിയോയിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും വിശാൽ ഭരദ്വാജ് വിത്ത് ഷാഹിദ് കപൂർ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിന്റെ അകത്ത് ഉള്ള എന്താണ് ഒരു കിടിലൻ പടമായിരിക്കും എന്നുള്ള വിശ്വാസം, ഷാഹിദ് കപൂറിന്റെ ഭീകരമായ പെർഫോമൻസ് കാണാം എന്നുള്ള വിശ്വാസം. അപ്പോ ഇത് മൈൻഡിൽ വെച്ചിട്ടാണ് പോയിട്ട് കാണുന്നത്. പടം ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ള ലെവലിലേക്ക് ഒതുങ്ങിപ്പോയി എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല. അതായത് ബോറടിച്ചൊന്നുമില്ല, ബട്ട് കണ്ടിരിക്കാം എന്നുള്ള ഒരു ലെവല് വരെ എത്തിയുള്ളൂ. സീരിയസ്ലി ഒരു വിഷമമുണ്ട്. കാര്യം ഷാഹിദ് കപൂർ, അയാള് പടങ്ങൾ കാണുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്, അയാള് കിടിലൻ പെർഫോമൻസ് ആണെന്ന്. അയാൾ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള കിടിലൻ കിടിലൻ ആക്ടറാണ്. നല്ല കഴിവുള്ള നടനാണ് നടനാണ് ഭീകര നടനാണ്. അയാളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. ഈ പടത്തിന്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, വൺ ടൈം വാച്ചബിൾ എന്നുള്ള ലെവലിലേക്ക് എത്തി, അവിടെ വരെ നിൽക്കുന്ന അതിന്റെ അപ്പുറത്തേക്ക് ഉള്ളൊരു ഫീൽ എനിക്ക് കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിലും ഞാൻ പറയാൻ കാരണം, അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ് എന്നുള്ള ലെവലിലെങ്കിൽ ഞാൻ പറയാൻ കാരണം ഷാഹിദ് കപൂറാണ്. അയാളോട് ഇഷ്ടമുണ്ടെങ്കിൽ, അയാളുടെ പെർഫോമൻസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പടം കാണാൻ പോവാം. അയാൾ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അയാൾ അടിപൊളിയായിട്ട് ഇതിന്റെ അകത്തും ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലും ഷാഹിദിന്റെ പടങ്ങളില് ഷാഹിദ് അടിപൊളിയായിട്ട് ചെയ്യും. കഴിവുണ്ടല്ലോ, നല്ല പൊട്ടൻഷ്യൽ ഉള്ള നടനാണുള്ളത്, അയാൾ ചെയ്യും. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? നടന് കഴിവുണ്ടായിട്ട് കാര്യമില്ലല്ലോ. നടൻ ഏത് ലെവലിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടും കാര്യമില്ലല്ലോ. അയാൾ ഡിസേർവ് ചെയ്യുന്ന, അയാൾ ഭാഗമാവുന്ന സിനിമയും അതേ അളവുക്ക് ഉയർന്നാൽ മാത്രമല്ലേ അയാൾ നല്ല ലക്കുള്ള, ആ കഴിവിനനുസരിച്ചിട്ടുള്ള ഭാഗ്യമുള്ള ഒരു നടൻ എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ ഷാഹിദിന്റെ കേസിൽ ഷാഹിദ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഷാഹിദിന്റെ പോർഷൻസ് എല്ലാം അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ഒരു മൂവി എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഒരു അതായത് വിശാൽ ഭരദ്വാജ്, അയാളുടെ പടങ്ങൾ കാണുന്ന ആളുകൾക്ക്, അയാളുടെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഈ പറയുന്ന ഹൈദർ, കമീനെ, ഓങ്കാരയൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഈ പടത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ, എന്റെ കാര്യം ഞാൻ പറയാം, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാം. ഞാൻ അതെല്ലാം ആ ഒരു റേഞ്ച് ഒക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഈ പടം കാണാൻ വേണ്ടി പോയത്. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ആക്ച്വലി കിട്ടിയില്ല. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കാം, ഇത് നിങ്ങളുടെ കാര്യം. എനിക്കെന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്സിംഗ് ഫീൽ ആണ് ആക്ച്വലി ഇതിന്റെ അകത്ത് തോന്നിയത്. ഇതിന്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ ഷാഹിദ് കപൂർ ആയെന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആള് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് വൈസ് ഇതിന്റെ അകത്ത് എല്ലാവരും അവരുടേതായിട്ടുള്ള ഭാഗമൊക്കെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ട് പോയിട്ട്. ഇപ്പൊ നാനാ പട്ടേക്കറൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അയാളൊക്കെ അറിയാലോ, നല്ല കിടിലൻ ആക്ടറൊക്കെയാണ്. അപ്പൊ അയാളൊക്കെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ അകത്ത് അയാൾക്കാണെങ്കിലും ഭീകരമായിട്ട് ചെയ്യാനുള്ള പരിപാടികളൊന്നും ഇല്ല. പക്ഷെ ചെയ്തത് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. 3 മണിക്കൂറുണ്ട് പടം. 3 മണിക്കൂർ ബോറടിച്ചൊന്നുമില്ല. 3 മണിക്കൂർ കണ്ടിരുന്നു കേട്ടാ. അല്ലാതെ ഞാൻ റെസ്ലെസ് ആവുക, എണീച്ചോടാൻ തോന്നുക, അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. റെസ്ലെസ് ആയൊന്നുമില്ല. 3 മണിക്കൂർ സുഖമായിട്ട് കണ്ടിരുന്നു. പക്ഷെ ഞാന് എന്താ പറയാ, ഇപ്പൊ ദുരന്തറൊക്കെ ഫസ്റ്റ് സീസൺ കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ദുരന്തർ ഫസ്റ്റ് സീസൺ കാണാൻ പറ്റില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് പോയിട്ട് കണ്ടത്. അപ്പോ ദുരന്തർ നമുക്കറിയാം, ഗംഭീര
പടമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ആഴ്ച കഴിഞ്ഞ് പോയി കണ്ടതുകൊണ്ട് ആദ്യം പോയി കണ്ടില്ലല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു റിഗ്രറ്റ് ഈ പടത്തിന്റെ കേസിൽ വരരുത് എന്നുള്ളതുണ്ടായിരുന്നു. ഇതിന്റെ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റോമിയോന്റെ. അപ്പം ദുരന്തർ ലേറ്റ് ആയിട്ട് കണ്ടിട്ട് റിഗ്രറ്റ് ആയ പോലെ തന്നെ ഇതിന്റെ അകത്തേക്ക് വരണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് ആക്ച്വലി കണ്ടത്. ആഹ് അപ്പോ പടം തുടങ്ങിയപ്പോഴൊക്കെ വിചാരിക്കുന്നത് എന്താണ്, കിടിലൻ തുടക്കമൊക്കെ ആയിരുന്നു കേട്ടാ, അടിപൊളി തുടക്കമൊക്കെ ആയിരുന്നു, അടിപൊളിയായിട്ട് തുടങ്ങി. സ്റ്റൈലായിട്ടുള്ള പരിപാടി, ഷാഹിദിന്റെ പരിപാടികൾ ഒക്കെ ആണെങ്കിൽ എല്ലാം ഇതായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ വിചാരിച്ച എന്താ പറയുക, 3 മണിക്കൂർ തൂക്കാൻ പോവാണ്, വേറെ ലെവലിലേക്ക് പോകാൻ വേണ്ടി പോവാണ്, ഞെട്ടിക്കാൻ വേണ്ടി പോവാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇതിങ്ങനെ പടം പോകെ 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 കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയായി. പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് പാട്ടുകളും ഒക്കെ കൂടി വന്നിട്ട് അങ്ങനെ ഒരു ഇതായിരുന്നു ഫസ്റ്റ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഒരു രീതിയിലൊക്കെയാണ് പോകുന്നത്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. ആഹ് എനിക്ക് എനിക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് തോന്നിയത് ഈ പടത്തിന്റെ കാര്യത്തിൽ. ഡിസപ്പോയിന്റ്മെന്റ്, ഞാൻ വീണ്ടും പറയുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. മോശപ്പടം എന്നൊന്നല്ല പറയുന്നത്. പടം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു പടമൊക്കെ തന്നെയാണ്. ഒരു വൺ ടൈം വാച്ചാണ്, ഒരു തവണയൊക്കെ സുഖമായിട്ട്. 3 മണിക്കൂർ പടമാണ്, ഇപ്പൊ 3 മണിക്കൂർ എന്തായാലും ബോറടിച്ചില്ല, അങ്ങനെ കണ്ടിരുന്നു എന്നുള്ളൊരു ഫാക്ട് ആക്ച്വലി ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രതീക്ഷയുടെ ഭാരം, ഓരോ ആൾക്കാരും ഓരോ തരത്തിലാണല്ലോ ഒരു പടം കാണാൻ പോകുമ്പോൾ പ്രതീക്ഷിക്കുക. അപ്പൊ എന്റെ ആ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് ഈ ഒരു പടം ഉയർന്നില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ ആക്ച്വലി ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞത്. ഒരു വൺ ടൈം വാച്ചബിൾ ആണ് എന്ന് പറയാൻ കാരണം, ആൻഡ് ഓഫ് കോഴ്സ് ഐ ബിലീവ് ഇതെന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ മൂവി തന്നെയാണ്. ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ഷാഹിദ് കപൂർ എന്ന് പറയുന്ന പുള്ളിയോട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അയാളുടെ പെർഫോമൻസിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. എന്തായാലും അയാൾ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നിങ്ങൾ ആ പടം കണ്ടു നോക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് ഷാഹിദിന്റെ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും, അയാള് കം ടു മോളിവുഡ് മാൻ, കം ടു സൗത്ത് ഇന്ത്യ, കം ടു സൗത്ത് ഇന്ത്യ. ഇവിടെ കീഴിലെ പരിപാടികളൊക്കെ ഉണ്ട്, ചെയ്യാം. അയാള് ഡിസേർവ് ചെയ്യുന്ന ഒരു ലെവലിലുള്ള എന്ത് കിട്ടുമാവോ. പൊതുവെ ഷാഹിദ് കപൂറിനെ കുറിച്ചിട്ട് ഇപ്പൊ എനിക്ക് കുറെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ പറയുന്ന കാര്യമാണ്, നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഷാഹിദിന്റെ കാര്യം. ഷാഹിദ് ഷാഹിദിന്റെ പെർഫോമൻസിനെ നമ്മൾ പുള്ളിയുടെ പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്തിട്ടൊക്കെ സംസാരിക്കും പെർഫോമൻസിനെ. പക്ഷെ ഒരു ഓവറോൾ പടം എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് അത് ഭയങ്കരമായ ഒരു ലെവലിലേക്ക് പോവുക എന്ന് പറയുന്ന സംഭവത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു വരുങ്ങല. പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും വരട്ടെ. നല്ലൊരു, അതായത് പെർഫോമൻസിനെയും ഓവറോൾ സിനിമേനെ ഒക്കെ ഒരേപോലെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഇടാൻ പടം ഷാഹിദിന് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാം. സവാരി ഗിരിഗിരി, ഞാൻ വീണ്ടും പറയുന്നു, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുകയായിരിക്കും. ഐ റെസ്പെക്ട് യുവേഴ്സ്, പ്ലീസ് റെസ്പെക്ട് മൈൻ ടു, ഇത്രേ പറയാനുള്ളൂ. സോ ദിസ് ഈസ് ഓറോമിയോ ഫോർ മീ. ബൈ.